12. A sphere of radius capital R has uniform charge density. What is the electric potential at the point small r less than capital R? അപ്പോൾ அந்த പോയിന്റ് ഇൻസൈഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇൻസൈഡ് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എൻക്ലോസ്ഡ് ചാർജ് എന്നാണ് ബൈ ഗോസ് ലോ. അതേമാതിരി വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ ഇൻസൈഡ് പോയിന്റ്? അപ്പോൾ ഇൻസൈഡ് പോയിന്റ് அது என்க்ளோஸ்டு சார்ஜினை மட்டும் டிபெண்ட் பண்ணுமா, அதை மொத்தம் சார்ஜும் டிபெண்ட் பண்ணுமா? தட் இஸ் வாட் தே ஆர் ஆஸ்கிங். therefore we can consider situation. അപ്പോൾ ദിസ് ഇസ് ദ ലാർജർ സ്പിയർ. ഈ ചാർജിൽ ഒരു ക്യൂ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് பண்ணியிருக்கு, அது யூனிஃபார்மாக பண்ணியிருக்கு. അപ്പോൾ ആ ക്യൂ എന്ന് சொல்லுന്ന മൊത്തം ചാർജാണ് ക്യാപിറ്റൽ ക്യൂ. സപ്പോസ് അതിന് ഇൻസൈഡ് പോയിന്റ് എ എന്ന് சொல்லுന്ന ഒരു ഇൻസൈഡ് പോയിന്റ് കൺസിഡർ பண்ணியிருக்கு, അത് എൻക്ലോസ് பண்ணுന്ന ഒരു സർക്കുലർ ഒരു സ്ഫെറിക്കൽ റീജിയൻ ഐ ഹാവ് കൺസിഡേർഡ് ഗോഷ്യൻ സർക്കുലർ റീജിയൻ. അപ്പോൾ ഇവിടുത്തെ എയിലെ ഇലക്ട്രിക് ഫീൽഡാണ് ഈ. ഇവിടെ ലെറ്റസ് ഇമാജിൻ ഇവിടുത്തെ ചാർജ് പോസിറ്റീവ്, ദെർഫോർ ദ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും ദ ഫീൽഡ്. ഈ എൻക്ലോസ്ഡ് ചാർജാണ് സ്മോൾ ക്യൂ. അപ്പോൾ ഈ ആറ് பெரிசாகும்போது என்க்ளோஸ்டு சார்ஜும் பெருசாகும். இப்போ சின்ன ஆர் எடுத்தால் கொஞ்சம் தான் என்க்ளோஸ்டு சார்ஜ், பெரிய ஆர் எடுத்தாൽ ரொம்ப அதிகம் വരും. അപ്പോൾ മാക്സിമം ആറിൻ്റെ വാല്യൂ 0 മുതൽ എங்கே വരെ വരേക്കാം? എ ഈസ് ദ ഔട്ടർ റേഡിയസ്. ഇൻ ദ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തിരിക്കും. ഐ എം ടേക്കിംഗ് എസ് എ. നൗ ഈ പോയിന്റിൽ എയിലെ പൊട്ടൻഷ്യൽ താൻ കണ്ടുപിടിക്കണം. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ സർഫസ് പോയിന്റ് ആണ്. സർഫസിലെ പൊട്ടൻഷ്യൽ എപ്പോഴും 1/4πε0 ടോട്ടൽ ചാർജ് ബൈ റേഡിയസ്. ഒരു സ്പിയറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കും. ഓക്കെ, ഇനി ഇൻസൈഡ് പോയിന്റിലെ പൊട്ടൻഷ്യൽ എപ്പോൾ എഴുതാം? ഇൻസൈഡ് പോയിന്റിൽ ആ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എപ്പോൾ എഴുതാം? 1/4πε0 Q/r², വെയർ Q ഈസ് ദ എൻക്ലോസ്ഡ് ചാർജ് ബൈ ദിസ് റീജിയൻ. ഐ ആം റൈറ്റിംഗ് ദിസ് എക്സ്പ്രഷൻ യൂസിങ് ഗോസ് ലോ. ഗോസ് തിയറം വെച്ചിട്ട് தான் എഴുതിയിരിക്കുക. അപ്പോൾ ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്. അപ്പോൾ എപ്പോഴും ഈ എൻക്ലോസ്ഡ് ചാർജിനെ മട്ടുംதான் ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് பண்ணுது. നൗ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? എ ഇന്ന് ബിയിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോകുമ്പോൾ തേവയായ വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ദാറ്റ് ഐ ആം റൈറ്റിംഗ് എസ് വി എ ബി. ദാറ്റ് ക്യാൻ ബി റിട്ടൺ എസ് നെഗറ്റീവ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എൽ എ ടു ബി. ദിസ് ഇസ് ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് പൊട്ടൻഷ്യൽ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ഫൈനൽ പോയിന്റ് വരേക്കും മൈനസ് ഇ ഡോട്ട് ഡി എല്ലിനെ ഇൻ്റഗ്രേറ്റ് பண்ணிയാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ വി വിൽ ഗെറ്റ്. അപ്പോൾ ഈ വി എ ബി എന്ന് ചൊല്ലിയാൽ വി ബി മൈനസ് വി എ, ഫൈനൽ പോയിൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പോയിൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ. ഇ അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഐ ഹാവ് ഓൾറെഡി കൺസിഡേർഡ്. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് പണിത്. അപ്പോൾ എ എന്ന് ചൊല്ലുന്ന പോയിന്റിലേക്കുള്ള ദൂരം ആറാണ്, ഔട്ടർ പോയിന്റ് എ ആണ്. ഇനി ആ ഇൻ്റഗ്രേഷൻ പെർഫോം பண்ணி റീഅറേഞ്ച് பண்ணி എഴുതുമ്പോൾ ഐ ആം ഗെറ്റിംഗ് 1/4πε0 Q/a മൈനസ് Q/4πε0 1/a മൈനസ് 1/r. ഇതിനകത്ത് ഈ 1/4πε0 കോൺസ്റ്റൻറ്റ്, ക്യാപിറ്റൽ ക്യൂ ആ സ്പിയറിലെ മൊത്തം ചാർജ് അതും കോൺസ്റ്റൻറ്റ്, എ എന്ന് പറയുമ്പോൾ ആ സ്പിയറിൻ്റെ മൊത്തം റേഡിയസ് അത് കോൺസ്റ്റൻറ്റ്. ഈ എൻക്ലോസ്ഡ് ചാർജാണ് ഏത്? സ്മോൾ ക്യൂ. അപ്പോൾ ഓരോ റീജിയൻ മാറുമ്പോഴും ഈ പോയിന്റ് എടുക്കുമ്പോൾ 6 വിളോ 6 ഇതിൻ്റെ ഉള്ളായിരുന്ന ഈ ക്യൂ ചാർജ്, വേറൊരു റേഡിയസ് എടുത്താൽ கொஞ்சம் കൂടെ അധികം ക്യൂ വരും. അപ്പോൾ ഈ സ്മോൾ ക്യൂവിനെ മട്ടുംതാ ഈ ഇൻസൈഡ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് பண்ணுது. ഓക്കെ, therefore inside potential depends on the enclosed charge due to the charge inside a sphere of radius small r only. In question number 13, a ball of mass 150 gram moving with an acceleration 20 meter per second is hit by a force which acts for it 0.1 second എന്നാണ്. What is the impulse of the force? ആക്ച്വലി ആ ക്വസ്റ്റ്യനിൽ ഒരു കൊഞ്ചം ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് ആണ്. ആക്ച്വലി ഇത് സിറ്റുവേഷൻ ഈസ് ഓൾറെഡി ഒരു 150 gram ബോൾ ഇരിക്കുന്നത്, അതിനെ ഒരു ഫോഴ്സ് 0.1 സെക്കൻഡ് നേരത്തേക്ക് ആക്ട് ആകുന്ന ഒരു ഫോഴ്സ് വെച്ച് സ്ട്രൈക്ക് പണുമ്പോൾ അതിന് ആക്സിലറേഷൻ 20 meter per second കിടക്കിയത് എങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പൾസ് എന്നാണ്. ഓക്കെ, അപ്പോൾ therefore we can correct the question like a ball of mass 150 gram moves with an acceleration 20 meter per second square when it is hit by a force which acts on it for 0.1 second എന്നാണ്. അപ്പോൾ വെൻ ഇറ്റ് ഈസ് ഇവിടുത്തെ ഒരു വെൻ മിസ്സിങ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ therefore ആ ബോഡിക്ക് കിടച്ച ആക്സിലറേഷൻ 20, അതിൻ്റെ മാസ് 150 gram. അപ്പോൾ മാസിൻ്റെ ആക്സിലറേഷൻ എടുത്താൽ എന്ത് കിടക്കും? ഫോഴ്സ് വരും. അപ്പോൾ ഫോഴ്സ് ആക്ച്വലി 3 Newton താൻ വരും. അവിടെ 0.3 എന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ ആക്ച്വലി ഇത് കറക്ഷൻ എടുക്കുമ്പോൾ 3 Newton താൻ വരും. Now question number 22, find the height at which acceleration due to gravity becomes g/9. അപ്പോൾ ഈ കാൽക്കുലേഷൻ പണ്ടുമ്പോൾ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് വെച്ചിട്ടുള്ള വേരിയേഷൻ ഓൾറെഡി ഫോർമുല പഠിച്ചിരിക്കുക. അതെപ്പോഴും അപ്രോക്സിമേറ്റ് റിലേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് g/9 എന്താണ് പെരിയ വ്യത്യാസം ഇരിക്കും. പെരിയ വ്യത്യാസം വരുമ്പോൾ ഒരിക്കലും ആ ഫോർമുല യൂസ് பண்ணாது ഡയറക്റ്റ് ഫോർമുല എഴുതാം നമ്മൾ പണണം. അപ്പോൾ ഏതൊരു പോയിന്റ് എടുത്താലും g = gm/r². r എന്ന് ചൊല്ലുന്നത് എന്താണ്? എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏത് പോയിൻ്റാണോ കൺസിഡർ பண்ணுന്നത് ആ പോയിൻ്റ് വരേക്കുള്ള ദൂരമാണ് ഈ ആർ എന്ന് ചൊല്ലുന്നത്.
അപ്പോൾ ഈ സർഫസിൽ വരുമ്പോൾ ആർ വിൽ ബി ക്യാപിറ്റൽ ആർ ഉള്ളി റേഡിയസ് ഓഫ് എർത്ത്. ഈ പോയിന്റിൽ ജനറൽ പോയിന്റിൽ എപ്പോഴും എഴുതാം, ഈ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ആർ പ്ലസ് എച്ച് എന്ന് എഴുതാം. ദർഫോർ ആ ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ. അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 1/9 ഈക്വൽ ടു r/r പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് വരും. ആൻഡ് എച്ച് ഈസ് ഈക്വൽ ടു 2r. ബിക്കോസ് 1/9 ആകുന്ന ഹൈറ്റ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് 2r ഹൈറ്റിലായിരിക്കണം.